ബെൻസൺ ചേരുകയാണ്. ബെൻസൺ, മുണ്ടക്കയിൽ സൈന്യത്തിന്റെ രക്ഷാപ്രവർത്തനം ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? ആളുകളുണ്ട്, നിരവധി ഇടങ്ങളിലായി സുരക്ഷിത ഭാഗങ്ങളിൽ നിന്ന ആളുകളുണ്ട്. അവരെയെല്ലാം ഈ ചൂരൽമലയുടെ, അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഈ പാലം, തകർന്ന പാലത്തിന്റെ അപ്പുറ സൈഡിൽ എത്തിച്ച് അവിടെ നിന്നും സൈന്യം താൽക്കാലികമായി നിർമ്മിച്ച പാലത്തിലൂടെയും അതുപോലെ തന്നെ റോപ്പ് വേ സംവിധാനത്തിലൂടെയും ഇക്കരയിലേക്ക് എത്തിക്കുന്ന രക്ഷാപ്രവർത്തനമാണ് നിലവിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മുണ്ടക്കയിലെ വിവിധ ഭാഗങ്ങളിൽ കുടുങ്ങി നിന്ന ആളുകളെയെല്ലാം ഇക്കരയിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അവിടെ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് അവിടെ നിന്ന് അധികൃതർ നൽകുന്ന വിവരം. അതായത് സുരക്ഷിത സ്ഥാനങ്ങളിൽ മാറി നിന്നിരുന്ന അല്ലെങ്കിൽ സുരക്ഷിത സ്ഥാനങ്ങളിൽ നിന്നിരുന്ന ആളുകളെ എല്ലാം തന്നെ ഈ മുണ്ടക്കയെയും അതുപോലെ തന്നെ ചൂരൽമലയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പാലം പൊളിഞ്ഞു പോയ സ്ഥലത്തിന് സമീപത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. അവിടെ നിന്നും താൽക്കാലികമായി സൈന്യം ഇപ്പോൾ നിർമ്മിച്ച ഒരു പാലമുണ്ട്. അതായത് ഈ പുഴയ്ക്ക് അതിശക്തമായ ഒഴുക്കുണ്ട്, എന്നാൽ വളരെ വിസ്തൃതമായ രീതിയിൽ ഒഴുകുന്ന ഒരു പ്രദേശമുണ്ട് പുഴയുടെ. അവിടെ മരത്തടികളും അതുപോലെ തന്നെ ഇവിടെ നിന്ന് ലഭിച്ച ഇരുമ്പ് ദണ്ടുകളും ഉപയോഗിച്ച് സൈന്യം താൽക്കാലികമായ ഒരു പാലം നിർമ്മിക്കുന്നു. ആ പാലത്തിലൂടെ ആളുകളെ മറുകരയിലേക്ക് കടത്തുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ സമാന്തരമായി ഇപ്പുറത്ത് ഈ റോപ്പ് വേ സംവിധാനത്തിലൂടെ, അതായത് ഈ പുഴയ്ക്ക് അക്കരെ വശത്ത് കെട്ടിയ മരത്തിൽ നിന്നും പുരവശത്തെ മരത്തിൽ കെട്ടിയ കയറിലൂടെ ആളുകളെ ഇക്കരയിലേക്ക് എത്തിക്കുന്നു. അതുപോലെ തന്നെ മുണ്ടക്കൈ ഭാഗത്തു നിന്നും കണ്ടെത്തിയിട്ടുള്ള മൃതദേഹങ്ങളും ഈ റോപ്പ് വേ സംവിധാനത്തിലൂടെ ഇക്കരയിലേക്ക് എത്തിക്കുന്നുണ്ട്. നിരവധി മൃതദേഹങ്ങൾ ക്ഷമിക്കണം, പുഴയുടെ അക്കരവശത്ത് കൂട്ടിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാം. അവയും ഓരോന്നോരോന്നായി ഇക്കരയിലേക്ക് എത്തിക്കുകയും തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത് 100-ലധികം ആളുകൾ പുഴയ്ക്ക് മറുകരയിൽ കാത്തു നിൽക്കുന്നുണ്ട്. ഇക്കരയിലേക്ക് എത്താൻ വേണ്ടി പുഴയ്ക്ക് മറുകരയിൽ കാത്തു നിൽക്കുന്നുണ്ട്. എന്നാൽ ഏകദേശം 200-300-ലും അധികം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അതായത് ഈ ലയങ്ങളടക്കം, അതായത് ഇത് തൊഴിലാളികൾ താമസിക്കുന്ന, തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പ്രദേശമാണ്. ലയങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ കോട്ടേജുകളായിട്ടുള്ള സ്ഥലങ്ങളാണ്. അതുപോലെ തന്നെ ഈ വിനോദസഞ്ചാര മേഖല കൂടിയാണ്. അവിടെ വിനോദസഞ്ചാരികൾക്കായി താമസിക്കാനുള്ള കോട്ടേഴ്സുകൾ അടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ തൊഴിലാളികളും വിനോദസഞ്ചാരികളും അടക്കം തങ്ങുന്ന ഒരു പ്രദേശമാണ്. അവിടെ 300-400-ലും അധികം ആളുകൾ ആ പ്രദേശത്ത് ഇന്നലെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ പറയുന്നത്. നിലവിൽ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് സുരക്ഷിതരായി ഇവിടെ എത്തിച്ചിരിക്കുന്ന ഏകദേശം 150ഓളം വരുന്ന ആളുകളെയാണ്. മറ്റാളുകൾ മറ്റിടങ്ങളിൽ നിൽക്കുകയാണോ അതോ മറ്റ് അപകടം സംഭവിച്ചു എന്നതിനെ പറ്റി ഒരു വ്യക്തത വരേണ്ടതുണ്ട്. നിലവിൽ ഈ പുഴയ്ക്ക് അക്കരെ എത്തിയിട്ടുള്ള ആളുകളെ എല്ലാം തന്നെ ഈ റോപ്പ് വേ സംവിധാനത്തിലൂടെയും താൽക്കാലിക പാലത്തിലൂടെയും ഇക്കരയിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. റോപ്പ് വേയിലൂടെ ഓരോരുത്തരെയായി തുടർച്ചയായി ഇപ്പുറത്തേക്ക് എത്തിക്കുന്നു. അതുപോലെ തന്നെ മറുകരയിൽ കാത്തു നിൽക്കുന്ന ആളുകൾക്ക് വെള്ളവും ഭക്ഷണവും അടക്കം ഈ റോപ്പ് വേയിലൂടെ തന്നെ അപ്പുറത്തെ വശത്തേക്ക് എത്തിക്കുകയും സൈന്യം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പ്രദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ മലവെള്ളത്തിലടക്കം ഒലിച്ചു വന്ന തടികൾ, അതുപോലെ തന്നെ കവുങ്ങ് വെട്ടിക്കൊണ്ടുവന്ന് അതുപോലെ തന്നെ ഈ പ്രദേശങ്ങളിലെ ഇരുമ്പ് കടകളിൽ നിന്ന് ശേഖരിച്ചിട്ടുള്ള ദണ്ടുകൾ, ഇവയെല്ലാം ഉപയോഗിച്ചാണ് ഈ ഒരു പാലം തയ്യാറാക്കാൻ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ കല്ലുകളും കൂട്ടിയിട്ട് ഒരു സമാന്തരമായ ഒരു പാലം ഉണ്ടാക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. അതിലൂടെയും ആളുകളെ ഇക്കരയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. 1-2 ആളുകൾ കടന്നു പോയെങ്കിലും വീണ്ടും വെള്ളത്തിന്റെ ഒഴുക്ക് ശക്തമായതോടുകൂടി അത് പൂർണ്ണമായും നടത്താൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണുള്ളത്. നിലവിൽ ഈ രക്ഷാപ്രവർത്തനം നടക്കുന്ന ഈ പാലം പൊളിഞ്ഞ ഈ പ്രദേശത്ത് ചൂരൽമലയെയും അതുപോലെ തന്നെ മുണ്ടക്കയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പ്രദേശത്തേക്ക് മന്ത്രിമാരടക്കം എത്തിയിട്ടുണ്ട്. മുഹമ്മദ് റിയാസ്, കെ രാജൻ, അതുപോലെ OR കേളു, കൃഷ്ണൻകുട്ടി അടക്കമുള്ള മന്ത്രിമാർ ഇവിടെ എത്തി ഈ രക്ഷാപ്രവർത്തനം വിലയിരുത്തുന്നുണ്ട്. സൈന്യത്തിന്റെ വിന്യാസം കൂടി ആയപ്പോഴാണ് ഈ രക്ഷാപ്രവർത്തനം ഇത്രത്തോളം ഒരു സ്പീഡിൽ ആയത് എന്ന് വേണം നമുക്ക് പറയാൻ. സൈന്യം, കരസേന എത്തിയതോടു കൂടിയാണ് ഇത്തരത്തിൽ ഈ റോപ്പ് വേ സംവിധാനത്തിലൂടെ ആളുകളെ അപ്പുറത്തുനിന്ന് ഇക്കരയിലേക്ക് എത്തിക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടന്നതും ഈ സമാന്തരമായി പാലം നിർമ്മിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നതും സൈന്യത്തിന്റെ വിന്യാസത്തോടു കൂടിയാണ് എന്ന് തന്നെ വേണം നമുക്ക് എടുത്തു പറയാൻ. നിലവിലിപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഓരോ ആളുകളെയായി ഇക്കരയിലേക്ക് എത്തിക്കുന്നു. അതുപോലെ തന്നെ അവിടെ നിന്നും കണ്ടെത്തിയിട്ടുള്ള മൃതദേഹങ്ങളും ഈ റോപ്പ് വേ സംവിധാനത്തിലൂടെ തന്നെ ഇക്കരയിലേക്ക് എത്തിക്കുന്നുണ്ട്. നമുക്കങ്ങനെ നിരവധി കുട്ടികളും സ്ത്രീകളും പ്രായമായ ആളുകളെയും എല്ലാം കാണാം. നമുക്കറിയാം, കഴിഞ്ഞ 12 മണിക്കൂറിലധികമായി 13 മണിക്കൂറിലധികമായി ഇവരെല്ലാവരും അവിടെ ഒറ്റപ്പെട്ട് കിടക്കുകയായിരുന്നു. അവരുടെ താമസ സ്ഥലങ്ങളെല്ലാം പൂർണ്ണമായും തന്നെ നശിച്ച അവസ്ഥയിലായിരുന്നു ഉള്ളത്. അവരവിടെ
വെള്ളം കയറിയ അവസ്ഥയിലാണുള്ളത്. അവിടേക്ക് കാര്യമായ ആളുകൾക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. രക്ഷാപ്രവർത്തനത്തിന് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. മണിക്കൂറുകൾക്ക് മുൻപ് മാത്രമാണ് ഇക്കരയിൽ നിന്നും അക്കരയിലേക്ക് ആളുകൾക്ക് എത്താൻ പറ്റിയതും അവിടെ നിന്നും ആളുകളെ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ഇവിടേക്ക് എത്തിക്കാൻ സാധിച്ചതും. അതുപോലെ തന്നെ നമ്മൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഈ തോട്ടം തൊഴിലാളികൾ കൂട്ടമായി താമസിച്ചിരുന്ന ലയങ്ങൾ ഇവിടെയുണ്ട്. അവിടെ കൂടുതലായും കർണാടക സ്വദേശികളായിട്ടുള്ള ആളുകൾ താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവര് എത്രത്തോളം ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു, അതിൽ എത്രത്തോളം ആളുകൾക്ക് അപകടം പറ്റി എന്നതിലൊരു ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അതിന്റെ ഒരു അക്കൗണ്ടബിലിറ്റി, എത്രത്തോളം ആളുകൾ ഉണ്ടായിരുന്നു എന്നതിനെ പറ്റിയെല്ലാം ഇനി ഈ തോട്ടത്തിന്റെ ഉടമകൾ അല്ലെങ്കിൽ ഈ തോട്ടം തൊഴിലാളികളെ നിയന്ത്രിക്കുന്ന ആളുകൾ, അവരുടെ ആളുകൾക്ക് മാത്രമേ എത്രത്തോളം ആളുകൾ ഉണ്ടായിരുന്നു എന്നതിനെ പറ്റിയെല്ലാം ഒരു കണക്ക് വിശദീകരിക്കാൻ സാധിക്കുകയുള്ളൂ. നിലവിലിപ്പോൾ ഈ മുണ്ടക്കൈ ഭാഗത്തു നിന്നും നിരവധി മൃതദേഹങ്ങൾ കിട്ടിയതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നമ്മൾ ഈ നിൽക്കുന്നതിന്റെ തൊട്ടപ്പുറത്ത് ഈ പാലം പൊളിഞ്ഞു കിടക്കുന്ന അപ്പുറത്തെ വശത്ത് നിരവധി മൃതദേഹങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സ്ട്രക്ചറിൽ കൊണ്ടുവന്ന് കിടത്തിയിട്ടുണ്ട് മൃതദേഹങ്ങൾ. അവയും ഈ റോപ്വേ സംവിധാനത്തിലൂടെ ഇക്കരയിലേക്ക് എത്തിച്ച് ആശുപത്രിയിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നിലവിലിപ്പോൾ 100 കടന്നിരിക്കുകയാണ് ഈ മരണസംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇനിയും വർദ്ധിക്കാനുള്ള സാധ്യത തന്നെ ഉണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ഈ മുണ്ടക്കൈ ഭാഗത്ത് മരണപ്പെട്ട ആളുകളുടെ അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ട ആളുകളുടെ എണ്ണം എത്രത്തോളം, അതിന്റെ തോത് എത്രത്തോളം എന്നത് ഇനിയും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. നിലവിൽ ഇപ്പോൾ നിരവധിയായിട്ടുള്ള പോലീസിന്റെ അടക്കം സൂചിപ്പിച്ചതുപോലെ കരസേനയുടെ വലിയ ഒരു സന്നാഹം തന്നെ ഇവിടെ രക്ഷാപ്രവർത്തനത്തെ ഏകോപിപ്പിക്കുന്നുണ്ട്, അത് നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ പോലീസ് വിവിധ ഇടങ്ങളിൽ നിന്നെത്തിയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇവിടെ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ചൂരൽമലയിൽ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ആ പ്രദേശത്തും കാര്യമായ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. അവിടെ ഇപ്പോഴും തെരച്ചിൽ പുരോഗമിക്കുകയാണ്. സന്നദ്ധ സംഘടനകളുടെയും അതുപോലെ തന്നെ NDRFന്റെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ അവിടെ ഇപ്പോഴും തിരച്ചിൽ നടക്കുന്നുണ്ട്. അവിടെ നിന്നും ഇപ്പോഴും മൃതദേഹങ്ങളും ആളുകളെയും കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ നിന്നും കണ്ടെത്തുന്ന ആളുകളെയും ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ ത്വരിതഗതിയിൽ ഈ ഒരു രക്ഷാപ്രവർത്തനം മുൻപോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഏകദേശം 6 മണിയോടടുക്കാനായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ വെളിച്ചം നഷ്ടമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കും. ഇപ്പോൾ ഈ സമീപത്ത് തന്നെ വലിയ ലൈറ്റ്, ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലുള്ള ലൈറ്റ് അടക്കം സ്ഥാപിച്ചിട്ടുണ്ട്. എങ്കിലും അത് ഒരല്പസമയം കൂടി കഴിയുമ്പോഴേക്കും അത് എത്രത്തോളം പ്രായോഗികമായിരിക്കും, ഇരുട്ടത്തുള്ള ഈ രക്ഷാപ്രവർത്തനം എത്രത്തോളം പ്രായോഗികമായിരിക്കും എന്നൊരു ഭയം ആളുകൾക്കുണ്ട്. അതിനാൽ തന്നെ പരമാവധി വേഗത്തിൽ ഈ പുഴയ്ക്ക് മറുകരയിലുള്ള ആളുകളെ സുരക്ഷിതരായി ഇപ്പുറത്തേക്ക് എത്തിക്കുക എന്നൊരു നടപടിയാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ ഇവിടെ ആകാശത്ത് ഹെലികോപ്റ്റർ അടക്കം കാണാം. ഈ ഹെലികോപ്റ്റർ ആവണോ ചിലപ്പോൾ ഈ ഇവാക്യുവേഷനായി ഉപയോഗിക്കുന്ന, എയർലിഫ്റ്റിംഗിനായി ഉപയോഗിക്കുന്ന ഹെലികോപ്റ്റർ ആണോ എത്തിച്ചേർന്നത് എന്ന് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കില്ല. പക്ഷേ ഇപ്പോൾ ഈ ദുരന്തമുഖത്തിന് മുകളിലായി ഹെലികോപ്റ്റർ പറക്കുന്നുണ്ട്. അത് ഈ ഇവാക്യുവേഷൻ ഉള്ളതാണ് എന്ന് തന്നെയാണ് നമ്മൾ കുറച്ച് വിശ്വസിക്കുന്നത്. പക്ഷേ നേരത്തെയും ഹെലികോപ്റ്റർ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കാലാവസ്ഥ പ്രതികൂലമായിരുന്നതിനാൽ അതിന് ഇവിടെ ലാൻഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശക്തമായ മഴയുണ്ടായിരുന്നു, കോടയുണ്ടായിരുന്നു. അല്പസമയം കൂടി കഴിഞ്ഞാൽ ഇനി വീണ്ടും അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴും ചെറിയ രീതിയിൽ തൂളൽ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അല്പസമയം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പുഴയിൽ ചിലപ്പോൾ വെള്ളം ഉയരാനുള്ള സാധ്യതയും ഉണ്ടാകും. അപ്പോൾ അതിനു മുൻപ് തന്നെ ഈ ആളുകളെ എല്ലാം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റേണ്ടതുണ്ട്. ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 100 കണക്കിന് ആളുകൾ അപ്പുറത്ത്, ഈ ചൂരൽമലയ്ക്ക് അപ്പുറത്ത് ഈ പൊളിഞ്ഞ പാലത്തിന് മറുകരയിൽ കാത്തു നിൽക്കുന്നുണ്ട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് എത്താൻ. അവരിൽ കൂടുതൽ ആളുകളും ഇത്തരത്തിൽ തൊഴിലാളികളാണ്, തോട്ടം തൊഴിലാളികളാണ്. അവരെയാണ് ഇപ്പോൾ രക്ഷിച്ച് മറുകരയിൽ എത്തിക്കേണ്ടത്. അതും വളരെ ശ്രമകരമായിട്ടുള്ള ജോലിയാണ്. താൽക്കാലിക പാലം നിർമ്മിച്ചുകൊണ്ട് ആളുകളെ കടത്തിക്കൊണ്ടു പോകാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും പക്ഷേ ഈ പുഴയിലെ വെള്ളത്തിന്റെ ശക്തി വളരെ അധികമാണ്. അത് മറ്റൊരു അപകടത്തിലേക്ക് കടക്കാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ റോപ്വേ സംവിധാനത്തിലൂടെയും ആളുകളെ ഇക്കരയിലേക്ക് എത്തിക്കാൻ ഉള്ള ശ്രമവും നടക്കുന്നുണ്ട്. കുട്ടികളെ അടക്കം റോപ്വേയിലൂടെ ഇക്കരയിലേക്ക് എത്തിക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ മൃതദേഹങ്ങളും, നിരവധിയായ മൃതദേഹങ്ങളും മുണ്ടക്കൈ ഭാഗത്തു നിന്നും ഇക്കരയിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ മരിച്ച ആളുകളുടെ എണ്ണം, മരണനിരക്ക് ഇനിയും വർദ്ധിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നിരവധിയായിട്ടുള്ള സ്ട്രക്ചറുകൾ ഈ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്, മുണ്ടക്കൈയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. കാരണം അവിടെ നിന്നെല്ലാം പരിക്കേറ്റ ആളുകളെയും അതുപോലെ തന്നെ മൃതദേഹങ്ങളും എത്തിക്കേണ്ടതുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ
സ്ട്രക്ചറുകൾ അവിടേക്ക് കൂടുതലായും എത്തിക്കുന്നത്. ഈ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ രക്ഷപ്പെടുന്ന അല്ലെങ്കിൽ മറുകരയിലേക്ക് കടക്കുന്ന ആളുകൾ ഈ മുണ്ടക്കയിലെ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്നും 3 കിലോമീറ്ററോളം മാറി താമസിക്കുന്ന ആളുകളാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്ത് നിന്നും ഏകദേശം 3 കിലോമീറ്ററിലധികം ദൂരം മാറിയാണ് ഈ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രം ഉള്ളത്. അതിൽ നിന്നും കുറെ ദൂരം മാറി താമസിക്കുന്ന ആളുകളാണ്. അതായത് പെട്ടെന്ന് ആ ഒരു ഉരുൾപൊട്ടലിന്റെ പ്രഭാവത്തിൽ പെടാതെ രക്ഷപ്പെട്ട ആളുകളാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന ആളുകൾ. അവരെയാണ് ഇപ്പോൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നത്. മറ്റിടങ്ങളിലും കുടുങ്ങിക്കിടന്ന ആളുകളെല്ലാം തന്നെ പൂർണ്ണമായും, അതായത് അവിടെ ജീവനോടെ നിന്ന എല്ലാ മനുഷ്യരെയും തന്നെ സുരക്ഷിതരായി എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അവിടെ ഈ ഉരുള് പൊട്ടിയ പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്ന ആളുകളുണ്ടാവാം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മണ്ണിനടിയിലും വീടുകൾക്കിടയിലും പാറക്കിടയിലും എല്ലാമായി കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ ഉണ്ടാവാം. അവർക്കായുള്ള തിരച്ചിൽ അത് നടത്തിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടേക്കും ഈ ഒരു രക്ഷാ ദൗത്യം കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. അതിനു മുൻപായി ഈ ആളുകളെ മുഴുവനായും ഈ പുഴയ്ക്ക് മറുകരയിൽ എത്തിച്ച് വലിയ മലവെള്ളം വരുന്നതിന് മുൻപ്, കാലാവസ്ഥ പ്രതികൂലമാകുന്നതിന് മുൻപ്, ഇരുട്ട് വീഴുന്നതിന് മുൻപ് ഈ ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റേണ്ടതുണ്ട്. ഇവരിൽ വൃദ്ധരായ ആളുകളുണ്ട്, കുട്ടികളുണ്ട്, രോഗികളുണ്ട്. അപ്പോൾ ഇവർക്ക് അടിയന്തര വൈദ്യസഹായം ആവശ്യമുള്ള ആളുകളുണ്ട്. അല്പസമയം മുൻപ് ഈ സൈന്യത്തിന്റെ ആളുകൾ മറുകരയിലേക്ക് എത്തിയപ്പോൾ മാത്രമാണ് ഇവർക്ക് മണിക്കൂറുകൾക്ക് ശേഷം വെള്ളവും ഭക്ഷണവും ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ ശാരീരിക അസ്വസ്ഥതകൾ ഉള്ള ആളുകളുണ്ട്. അപ്പോൾ ഇവരെയെല്ലാം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുകയും അടിയന്തരമായിട്ടുള്ള വൈദ്യസഹായം നൽകുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നിലവിൽ ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ മന്ത്രിമാരുടെ ഒരു സംഘം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ ഇക്കാര്യങ്ങളെല്ലാം കണ്ട് വിലയിരുത്തുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള മറ്റു നടപടികൾ ആവശ്യമുണ്ടെങ്കിൽ, മറ്റ് സേനാ വിന്യാസം, മറ്റേതെങ്കിലും തരത്തിലുള്ള സംവിധാനങ്ങളുടെ ആവശ്യമുണ്ടെങ്കിൽ അത് ഏകോപിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ നിന്നും അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഇപ്പോഴും ആ ഹെലികോപ്റ്റർ ഇവിടെ തന്നെ ഇവിടെ റോന്ത് ചുറ്റുന്നുണ്ട്. ഈ ഇവാക്യുവേഷൻ ആവശ്യമുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ വേണ്ടി ആയിരിക്കാം ഇത്തരത്തിൽ ഹെലികോപ്റ്ററും ഇപ്പോൾ ഇവിടെ തുടരുന്നത്. പക്ഷേ സൂചിപ്പിച്ചതുപോലെ കാലാവസ്ഥ പ്രതികൂലമാകുമോ എന്ന ഭയം നിലവിലുണ്ട്. ഇരുട്ടാവുകയാണ്, പുഴയിൽ വെള്ളം കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ തിരച്ചിൽ എത്ര നേരം ഈ രീതിയിൽ തുടരാൻ സാധിക്കുമെന്ന ഒരു ഭയം, ആശങ്ക ആളുകൾക്കുണ്ട്. അപ്പോൾ പരമാവധി വേഗത്തിൽ ഈ ആളുകളെ മറുകരയിൽ എത്തിക്കുക, സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ആളുകളുടെ ലക്ഷ്യം. ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന ഇടം ഉൾപ്പെടെ ഈ രക്ഷാപ്രവർത്തനത്തിന് ഈ ആളുകൾ, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ആളുകൾ നമുക്ക് മുൻപിൽ നിൽക്കുന്ന ഈ സൈന്യമടക്കം, പോലീസ് ഉദ്യോഗസ്ഥരടക്കം, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം നിൽക്കുന്ന ഈ പ്രദേശവും നമ്മൾ ഈ നിന്ന് ദൃശ്യം പകർത്തുന്ന പ്രദേശം ഉൾപ്പെടെ അപകട സാധ്യത നിറഞ്ഞ പ്രദേശമാണ്. കാരണം ഈ ഉരുൾപൊട്ടി വന്ന പുഴയുടെ തൊട്ട് സമീപത്താണ് നമ്മൾ ഈ നിൽക്കുന്നത്. വലിയ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്ന് പറയുമ്പോൾ അതിന് തൊട്ട് സമീപത്ത് തന്നെയാണ് ഈ ആളുകളെല്ലാം നിന്ന് ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരം വലിയൊരു അപകടത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഈ രക്ഷിച്ച് മറുകരയിൽ എത്തിച്ചിട്ടുള്ള ആളുകളെ എല്ലാം തന്നെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാനുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ റോപ്പ് വേ സംവിധാനത്തിലൂടെ മറുകരയിൽ നിന്നും ആളുകളെ ഇക്കരയിലേക്ക് എത്തിക്കുന്നു. അതുപോലെ തന്നെ സൈന്യം തടികൊണ്ടും ഇരുമ്പ് തണ്ടുകൊണ്ടും കല്ലുകളും ഉപയോഗിച്ച് പണിത താൽക്കാലിക പാലത്തിലൂടെയും ആളുകളെ മറുകരയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് ആ കാഴ്ച കാണാം. ആളുകൾ അവർക്ക് ഇത്രയും കാലം താമസിച്ച ഇടത്തു നിന്നും ലഭ്യമായതെല്ലാം വാരിക്കൂട്ടിക്കൊണ്ട് മാത്രം ഒരു കയ്യിൽ ഒതുങ്ങുന്ന, ഒരു ചെറിയ കവറിൽ ഒതുങ്ങുന്ന തങ്ങളുടെ തുണിയും ലഭ്യമായ സാധനങ്ങൾ മാത്രം എടുത്തുകൊണ്ട് സുരക്ഷിത സ്ഥാനത്തിലേക്ക് മടങ്ങാൻ ശ്രമിക്കുന്ന ആളുകളെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഹെലികോപ്റ്റർ ഈ രക്ഷാദൗത്യം നടത്തുന്ന സ്ഥലത്തിന് തൊട്ട് മുകളിൽ റോഡ് ചുറ്റി പറക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഇവാക്യുവേഷനിലേക്ക് പോകുന്നുണ്ടോ എന്ന് നമുക്ക് അറിയില്ല. പരമാവധി താഴ്ന്നാണ് ഇപ്പോൾ ഇവിടെ ഈ ഹെലികോപ്റ്റർ പറക്കുന്നത്. അത് ഇവിടെ ഇറക്കാനുള്ള സംവിധാനമൊന്നും ഈ പ്രദേശത്തില്ല എന്ന് തന്നെ മനസ്സിലാക്കുന്നു. ഹെലികോപ്റ്റർ കൊണ്ടുള്ള ഇവാക്യുവേഷൻ ഉണ്ടാകുമെന്ന് മന്ത്രിമാരടക്കം നേരത്തെ പറഞ്ഞിരുന്നു. ആ ഒരു ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ അത്തരം ഒന്നിലേക്ക് കടക്കുമോ എന്നതിനെ പറ്റി നമുക്കൊരു വ്യക്തതയില്ല നിലവിൽ ഇപ്പോൾ. പക്ഷേ പരമാവധി ആളുകളെ അതിന് മുൻപ് തന്നെ, അത്തരമൊരു ഇവാക്യുവേഷനിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ താൽക്കാലിക പാലത്തിലൂടെയും ഈ ഒരു റോപ്പ് വേ സംവിധാനത്തിലൂടെയും ഇക്കരയിൽ എത്തിക്കാൻ സാധിക്കുമെന്ന
എന്ന് തന്നെയാണ് കരുതുന്നത്. അതിനുള്ള നടപടികളാണ് ഇപ്പോഴും ഇവിടെ ഈ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ മഴ ശക്തിയായി പെയ്തു തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ 1 മണിക്കൂറിലധികമായി മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഈ ഒരു അപകട മേഖലയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ വീണ്ടും മഴ ശക്തിയായി പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. സൂചിപ്പിച്ചതുപോലെ നിരവധി തോട്ടം തൊഴിലാളികൾ കൂട്ടമായി പാർത്തിരുന്ന ഇടങ്ങളായിരുന്നു ഈ ഒരു അപകടത്തിൽപ്പെട്ടത്. ഇന്നലെ ഏറ്റവും കൂടുതൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തിയ ഒരു പ്രദേശം കൂടിയാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ള ഈ ചൂരൽമല, മുണ്ടകൈ തുടങ്ങിയ പ്രദേശങ്ങൾ. അപ്പോൾ ഇന്നലെ അടക്കം നമ്മുടെ മറ്റ് മാധ്യമ സുഹൃത്തുക്കളെല്ലാവരും ഈ പ്രദേശങ്ങളിലെല്ലാം സന്ദർശിച്ചിരുന്നു. അവിടെ അതിശക്തമായ മഴയാണ്. ഈ മഴയുടെ റിപ്പോർട്ടിങ്ങിന്റെ ഭാഗമായി മാധ്യമ സുഹൃത്തുക്കളെല്ലാവരും അവിടെ പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിന്റെ മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു വലിയ അപകടം ആ പ്രദേശത്ത് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അവരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ അപകടം നടന്ന ഈ പ്രദേശങ്ങളെല്ലാം വളരെ മനോഹരമായിരുന്ന പ്രദേശങ്ങളായിരുന്നു. സഞ്ചാരികളെ ആകർഷിക്കുന്ന തരത്തിൽ വളരെ സുന്ദരമായിരുന്ന പ്രദേശങ്ങളായിരുന്നു. കടകൾ ഉണ്ടായിരുന്ന, അമ്പലങ്ങൾ നിലനിന്നിരുന്ന, പാലങ്ങൾ നിലനിന്നിരുന്ന അങ്ങനെ ഒരു മനോഹരമായ ഒരു പ്രദേശമാണ്. ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോഴേക്കും ഇത്ര വലിയ ഒരു ദുരന്ത ഭൂമിയായി മാറിയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ ആർക്കും പെട്ടെന്ന് അങ്ങ് അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു വലിയ അപകടം മനസ്സുകൊണ്ട് അതിനെ അങ്ങ് അത്രത്തോളം ആളുകൾക്ക് സങ്കടമുണ്ട്. ഇത്തരത്തിലൊരു വലിയ അപകടത്തിലേക്ക് അല്ലെങ്കിൽ അതിന് സാക്ഷികളായി ഇവിടെ നിൽക്കുമ്പോൾ മനസ്സ് അത്രത്തോളം വേദനിക്കുന്നുണ്ട് ആളുകൾക്ക്. തുടരുക.